ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട ന്യൂസാണ് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ LP UP അധ്യാപക വിജ്ഞാപനം മലയാള പഠനത്തിലെ അവ്യക്തത എന്നതാണ്. അതിന് പുറമെ നമുക്കറിയാനുള്ള മറ്റൊരു ന്യൂസാണ് LP UP സിലബസിൽ മലയാളം വന്നിട്ടുണ്ട്. അതുപോലെ LPക്ക് പുതുതായിട്ട് ഇംഗ്ലീഷും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം. LP അധ്യാപക പാഠ്യപദ്ധതി രീതിയിൽ മലയാളവും ജനറൽ ഇംഗ്ലീഷും ഉൾപ്പെടുത്തി. UPക്ക് മലയാളം അധികമായി ചേർത്തു. നേരത്തെ നമ്മുടെ LP എക്സാമിന് ഇംഗ്ലീഷും മലയാളവും എന്ന ടോപ്പിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി വരുന്ന LPS UPS എക്സാമിന് വേണ്ടിയിട്ട് LPST UPST എക്സാമിന് വേണ്ടിയിട്ട് എന്താണ് മലയാളം എന്ന സബ്ജക്റ്റും അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റുമുണ്ട്. നമ്മൾ സിലബസിൽ കണ്ടതാണ്, എങ്കിലും അവരൊന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ UPക്ക് മലയാളം അധികമായി ചേർത്തു. ഇംഗ്ലീഷ് ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ഒഴികെയുള്ള വിഷയങ്ങളുടെ ചോദ്യം മലയാള മാധ്യമത്തിലായിരിക്കും. UPയുടെ പരീക്ഷ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലും LPയുടേത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പരീക്ഷാ തീയതി പിന്നാലെ അറിയിക്കും. വിശദമായ പാഠ്യപദ്ധതി PSCയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. LP അധ്യാപക പാഠ്യപദ്ധതിയിൽ 6 വിഷയങ്ങളാണ് ഉള്ളത്. 1 കേരള ചരിത്രം, സ്വാതന്ത്ര്യ സമരം, ലോകചരിത്രം, ഭൂമിശാസ്ത്രം, രാഷ്ട്രതന്ത്രശാസ്ത്രം എന്നിങ്ങനെ 19 മാർക്ക്. രണ്ടാമത്തേത് ഭൗതികശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം എന്നിങ്ങനെ മാർക്ക്. മൂന്നാമത്തേത് ലഘുഗണിതമാണ്, 15 മാർക്ക്. നാലാമത്തേത് വിദ്യാഭ്യാസവും ശിശു മനഃശാസ്ത്രവും, 20 മാർക്ക്. അഞ്ചാമത് ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്. ആറാമത്തെ മലയാളം 10 മാർക്ക്. LP അധ്യാപകരുടെ 2020 പരീക്ഷയ്ക്ക് 5 വിഷയങ്ങളെ പാഠ്യപദ്ധതിയിൽ ഉണ്ടായിരുന്നുള്ളൂ. 1 പൊതുവിജ്ഞാനവും ആനുകാലിക സംഭവങ്ങളും, 2 സമൂഹശാസ്ത്രവും കേരള നവോത്ഥാനവും, 3 ജനറൽ സയൻസ്, 4 ലഘുഗണിതം, 5 വിദ്യാഭ്യാസവും ശിശു മനഃശാസ്ത്രവും എന്നിവയായിരുന്നു അവ. അതിൽ പൊതുവിജ്ഞാനം ഒഴിവാക്കി ആനുകാലിക സംഭവങ്ങൾ ആദ്യ 2 ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തി. UP അധ്യാപക പാഠ്യപദ്ധതി രീതിയിൽ 6 വിഷയങ്ങളുണ്ട്. 1 കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, സ്വാതന്ത്ര്യ സമരം, ലോകചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രശാസ്ത്രം, സമൂഹശാസ്ത്രം 19 മാർക്കാണ്. രണ്ടാമത്തെ ഭൗതികശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം 26 മാർക്കിന്. 3 ലഘുഗണിതം 15 മാർക്കിന്. നാലാമത്തെ വിദ്യാഭ്യാസവും ശിശു മനഃശാസ്ത്രവും 20 മാർക്കിന്. 5 ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്. 6 മലയാളത്തിന് 10 മാർക്ക്. UP അധ്യാപകരുടെ 2020 പരീക്ഷയ്ക്ക് 6 വിഷയങ്ങളുണ്ടായിരുന്നു. 1 പൊതുവിജ്ഞാനവും ആനുകാലിക സംഭവങ്ങളും, 2 സമൂഹശാസ്ത്രവും കേരള നവോത്ഥാനവും, 3 ജനറൽ സയൻസ്, 4 ലഘുഗണിതം, 5 വിദ്യാഭ്യാസവും മനഃശാസ്ത്രവും, 6 ജനറൽ ഇംഗ്ലീഷ് എന്നിവയായിരുന്നു അവ. അതിൽ പൊതുവിജ്ഞാനം ഒഴിവാക്കുകയും ആനുകാലിക സംഭവങ്ങൾ ആദ്യ 2 ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. 2020 നവംബറിലാണ് കഴിഞ്ഞ LP UP അധ്യാപക പരീക്ഷ PSC നടത്തിയത്. അന്ന് മലയാളം ഒഴിവാക്കിയത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ചോദ്യങ്ങൾ മലയാളത്തിലാണെന്ന മറുപടിയാണ് ഇതിനെ ന്യായീകരിക്കാൻ PSC അധികൃതർ അന്ന് പറഞ്ഞത്. പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് പ്രൈമറി അധ്യാപക പരീക്ഷകൾക്ക് മലയാളം നിർബന്ധമാക്കാൻ കമ്മീഷൻ പിന്നീട് തീരുമാനിച്ചു. അതിനുശേഷമുള്ള ആദ്യ പരീക്ഷയാണ് ഈ വർഷം നടത്തുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ പഠനം നടത്താൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നമ്മൾ സയൻസ് വിഭാഗങ്ങൾക്ക് എത്രയാണ് നേരത്തെ നമ്മുടെ സയൻസിൽ പറഞ്ഞിരിക്കുന്നത് 19 ഭൗതികശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം 3 കൂടി UPയിൽ വരുന്നത് 26 മാർക്കാണ്. പിന്നെയുള്ളത് ലഘുഗണിതം, ഗണിതത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം, 15 മാർക്കാണ്. പിന്നെ മനഃശാസ്ത്രവും വിദ്യാഭ്യാസവും അതിന് 20 മാർക്കാണ്. ഇംഗ്ലീഷും മലയാളം 10 മാർക്ക്. കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, സ്വാതന്ത്ര്യ ചരിത്രം, ലോകചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രശാസ്ത്രം, സമൂഹശാസ്ത്രം എല്ലാം കൂടിയാണ് 19 മാർക്ക്. അത് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഷോർട്ട് ആയിട്ടുള്ള ഏരിയയിലെ മാർക്കുകൾ ഒന്നുപോലും പോവാതെ നന്നായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് നമുക്ക് വാങ്ങണം. ഇനി അടുത്ത ഒരു പ്രധാന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ LP UP അധ്യാപക വിജ്ഞാപനം മലയാള പഠനത്തിൽ അവ്യക്തത എന്നാണ്. വിജ്ഞാപന വിശേഷാൽ ചട്ടപ്രകാരമായിരുന്നു LP UP അധ്യാപക വിജ്ഞാപനങ്ങളിൽ മലയാള പഠനം സംബന്ധിച്ച് വ്യക്തത കുറവ് മലയാളം മീഡിയം LP UP അധ്യാപകരാകാൻ 10ാം ക്ലാസ്സിൽ മലയാളം പഠിക്കുകയോ മലയാളം മാധ്യമത്തിൽ പഠിക്കുകയോ ചെയ്യണമെന്നാണ് നിലവിൽ വ്യവസ്ഥ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2023 ഫെബ്രുവരി 24 ഇതിനായി ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. 2022 പുറപ്പെടുവിച്ച ഉത്തരവ് പുനഃസ്ഥാപിക്കുന്നതാണ് പുതിയ ഉത്തരവ്. എന്നാൽ ഈ വ്യവസ്ഥ PSCയുടെ പുതിയ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടിട്ടില്ല.
സ്കൂൾ തലത്തിൽ മലയാളം പഠിക്കാത്തവരും മറ്റ് യോഗ്യതകളുടെ പേരിൽ PSC വിജ്ഞാപനത്തിന് അപേക്ഷിക്കുന്നുണ്ട്. രേഖാപരിശോധനയുടെ സമയത്ത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നാണ് PSC അധികൃതർ വിശദീകരിക്കുന്നത്. വിശേഷാൽ ചട്ടത്തിലുള്ള വ്യവസ്ഥകൾ പാലിച്ചാണ് വിജ്ഞാപനം തയ്യാറാക്കിയതെന്നും മറ്റ് വ്യവസ്ഥകൾ നിയമനത്തിന് മുൻപ് പരിശോധിക്കുമെന്നും PSC അറിയിച്ചു. സ്കൂൾ തലത്തിൽ മലയാളം പഠിച്ചില്ലെങ്കിലും ബിരുദതലം മുതലോ അധ്യാപക പരിശീലന കോഴ്സിലോ മലയാളം പഠിച്ചവരെ LP UP അധ്യാപകരായി നിയമിക്കാമെന്ന് 2018 മെയ് 22 എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ സർക്കാർ ഭേദഗതി വരുത്തിയിരുന്നു. അതാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ റദ്ദാക്കിയത്. 2018 ഭേദഗതി ഉത്തരവിലൂടെ നിയമനം നേടിയവരുടെ മലയാള ഭാഷാ പ്രാവീണ്യം പരിശോധിക്കാൻ യോഗ്യതാ പരീക്ഷ നടത്തണമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. PSC വഴിയോ പരീക്ഷാഭവനിലൂടെയോ ഈ പരീക്ഷ നടത്തണം. അത് വിജയിക്കാൻ നിശ്ചിത കാലാവധി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2018 ഭേദഗതി ഉത്തരവ് ഭാഷാ പഠനത്തിൻ്റെ നിലവാര തകർച്ചയ്ക്ക് ഇടവരുത്തിയെന്ന് ഔദ്യോഗിക ഭാഷാ സമിതി കണ്ടെത്തിയിരുന്നു. അതിനാൽ ഈ ഉത്തരവ് പിൻവലിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ് ഇറക്കിയത്. LP UP അധ്യാപക വിജ്ഞാപനം കഴിഞ്ഞ ഡിസംബർ 30 PSC പ്രസിദ്ധീകരിച്ചത്. ജനുവരി 31 രാത്രി 12 വരെ അപേക്ഷ സ്വീകരിക്കും. SSLC, പ്രീ ഡിഗ്രി, +2 വിജയം, TTC, കേട്ടറ്റ് എന്നിവയാണ് LP അധ്യാപക യോഗ്യത. SSLC, പ്രീ ഡിഗ്രി, +2 വിജയം, TTC, ബിരുദവും BEd, BT, LT, കേട്ടറ്റ് എന്നിവയാണ് UP അധ്യാപക യോഗ്യത. ജില്ലാതലത്തിൽ പ്രതീക്ഷിത ഒഴിവിലേക്കാണ് വിജ്ഞാപനം. 4 വർഷത്തിന് ശേഷം വന്ന വിജ്ഞാപനമായതിനാൽ അപേക്ഷകർ കൂടുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ നമ്മുടെ LP UPയുമായി ബന്ധപ്പെട്ട ഈ ആഴ്ചത്തെ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള പ്രധാന ന്യൂസുകളാണ് ഇതൊക്കെ. എല്ലാവരും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കേട്ടറ്റിൻ്റെ താൽക്കാലിക ഉത്തര സൂചിക വന്നിട്ടുണ്ട് കേട്ടോ. കേട്ടറ്റ് ഇപ്പോൾ എഴുതി കഴിഞ്ഞവർക്ക് കേട്ടറ്റ് ഒക്ടോബർ 2023 കാറ്റഗറി 1, 2, 3, 4 പരീക്ഷകളുടെ താൽക്കാലിക ഉത്തര സൂചികകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിൽ ഉത്തര സൂചികയുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കുക. നമുക്ക് സിലബസിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക് അനുസരിച്ചിട്ട് പാഠങ്ങൾ പഠിച്ചു തുടങ്ങാം. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ റിവിഷൻ നടത്തി അത് മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം.